തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നും ബി.ജെ.പിക്കും ആർ.എസ്.എസിനും സുരേഷ് ഗോപിക്കും അതിൽ പങ്കുണ്ടെന്നും മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ. അന്വേഷണ സംഘത്തിന് വി.എസ്. സുനിൽകുമാർ മൊഴി നൽകി. തൃശൂർ രാമനിലയത്തിലായിരുന്നു മലപ്പുറം അഡീഷണൽ എസ്.പിയുടെ നേതൃത്വത്തിൽ മൊഴിയെടുപ്പ് നടന്നത്. പൂരം അലങ്കോലപ്പെടുത്താൻ നടന്ന ശ്രമങ്ങൾ സംബന്ധിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് കൈമാറിയതായി വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തിന് പിന്നിൽ ബി.ജെ.പി. ആർ.എസ്.എസ്. ഗൂഢാലോചനയുണ്ട്. സുരേഷ് ഗോപിക്കും സംഭവത്തിൽ പങ്കുണ്ട്. ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ട ആ വിഷയത്തിൽ എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളും എനിക്ക് പറയാനുള്ള കാര്യങ്ങളും പറയാൻ വേണ്ടിയുള്ള അവസരമാണ് ഇന്ന് ഉണ്ടായത്. അപ്പോൾ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായ അറിവുകൾ എനിക്ക് കിട്ടിയ അറിവുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള ബി.ജെ.പി. ആർ.എസ്.എസ്. വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള അതിനകത്തുണ്ടായ നേതാക്കന്മാരുടെ പങ്കാളിത്തം ആ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനവിടെ പറഞ്ഞിരിക്കുന്നത്. വെടിക്കെട്ട് നിർത്തിവെച്ചതിലും പന്തൽ ലൈറ്റ് അണച്ചതിലും സുരേഷ് ഗോപിയെ സ്ഥലത്തെത്തിച്ചതിലുമെല്ലാം ഗൂഢാലോചനയുണ്ട്. അതിന് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്താനാവില്ലെന്നും ചില വ്യക്തികളാണ് പിന്നിലെന്നും സുനിൽകുമാർ പറഞ്ഞു. സംഭവസ്ഥലത്തെ സുരേഷ് ഗോപിയുടെയും ആർ.എസ്.എസ്. നേതാക്കളുടെയും സാന്നിധ്യം തിരിച്ചറിയാൻ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുപോലെ സുരേഷ് ഗോപി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആംബുലൻസിൽ കയറുമ്പോഴും അതിനു മുമ്പ് വെടിക്കെട്ടല്ല പിന്നെ പൂരം അലങ്കോലപ്പെട്ട സന്ദർഭത്തിലും ആ ലാത്തി ചാർജ് ഉണ്ടായപ്പോഴും അവിടെ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ആര് നടത്തി? ആ സംഭവ സ്ഥലത്ത് അവിടെ നടന്നിരിക്കുന്ന സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു? ആർ.എസ്.എസ്. നേതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിടണം. അന്വേഷണവുമായി തുടർന്നും സഹകരിക്കുമെന്നും ആവശ്യപ്പെട്ടാൽ വീണ്ടും മൊഴി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഭവത്തിൽ അന്വേഷണം നടത്തുന്ന മലപ്പുറം അഡീഷണൽ എസ്.പിയുടെ നേതൃത്വത്തിൽ മൊഴിയെടുപ്പ് വരും ദിവസങ്ങളിലും തുടരും. കൈരളി ന്യൂസ്, തൃശൂർ.